ഹായ് മേരെ പ്യാരെ ദോസ്തോ സബ്കോ ആദാബ്. 8ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എജ് പോർട്ടിൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, നാളെ നടക്കാൻ പോകുന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുകയാണ് കേട്ടോ. ആ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. 100% വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ് 8ൻ്റെ ബൂസ്റ്റർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വെറും 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഈ ബൂസ്റ്റർ ബാച്ച്, അതിൻ്റെ പ്രത്യേകതകളും നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ, നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്റർ മുതൽ ആൾ സബ്ജക്റ്റ് എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിലെ ആക്ടിവിറ്റികളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾക്ക് 3 സെറ്റ് ഓഫ് എക്സാമുകൾ നിങ്ങൾ നടത്തിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി 1st വീക്കോട് കൂടി എല്ലാ ചാപ്റ്ററിൻ്റെയും ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ നൽകുന്നു. അതുപോലെ റിവിഷനും അതുപോലെ മോഡൽ എക്സാമുകളും നടത്തുന്നു. നിങ്ങൾക്ക് ഈ എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് പഠിക്കാൻ, എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാൻ വാട്സപ്പിൽ പ്രത്യേകം ഒരു പേഴ്സണൽ മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ എല്ലാ സബ്ജക്റ്റ് വൈസിലും നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നു. അങ്ങനെ ഫൈനലി നിങ്ങളെ A+ലേക്ക് എത്തിക്കുന്നു. ഓക്കെ മക്കളെ, എല്ലാ സബ്ജക്റ്റിലും A+ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ മാക്സിമം കൂട്ടുകാരെ എന്ത് ചെയ്യുക, ബൂസ്റ്റർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വരിക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. നോക്കൂ, ഫിത്രത്ത് കി മെഹക്ക് 2ാമത്തെ യൂണിറ്റിലെ മേ കോൻ ഹും എന്നുള്ള ചാപ്റ്റർ മുതൽ മുഹബത്ത് കാ നെഹമ തുടങ്ങിയിട്ടുള്ള 6 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അതായത് 75% ഈ 2 യൂണിറ്റിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് 25%. അപ്പോൾ മേ കോൻ ഹും എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതേക്ക് മേ കോൻ ഹും, ഈ ഒരു ചാപ്റ്ററിൽ ഭൂമി പറയുന്നുണ്ട്, ജമീൻ കഹ് രഹി ഹെ, ഭൂമി പറയുന്നുണ്ട് കെ ആജ് മേ ഹത്രെ മേ ഹും, ഞാൻ ഇന്ന് അപകടത്തിലാകുന്നു. ജമീൻ കോ ഹത്രെ സെ ബച്ചാനെ കെ ലിയെ, ഭൂമിയെ അപകടത്തിൽ നിന്ന് ബച്ചാനെ കെ ലിയെ, രക്ഷിക്കാൻ വേണ്ടി ഹം ക്യാ കർ സക്തേ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏക്ക് നോട്ട് ലിഖിയെ, ഒരു നോട്ട് എഴുതിയാലും. ഓക്കെ, ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഏക്ക് നോട്ട് ലിഖിയെ, ഒരു നോട്ട് എഴുതാൻ. മറ്റൊരു ചോദ്യം, ഹർ സാൽ, എല്ലാ വർഷവും മാഹോലിയത്ത് കെ ദിൻ, മാഹോലിയത്ത് പ്രകൃതി സംരക്ഷണ ദിനം നാച്ചുറൽ ക്ലബിന് കീഴിൽ എന്ത് ചെയ്യാറുണ്ട്? മുഖ്തലിഫ് പേട് പൗധ ലഗായ ജാത്തയും, വ്യത്യസ്ത തൈകളും മരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നടാറുണ്ട് അല്ലേ? देखिए आपने भी, നിങ്ങളും ജിന്ദഗി മേ കിത്തനെ പേട് പൗധ ലഗായെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ എത്ര മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും? ജമീൻ കി ഹിഫാസത്ത്, ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി. ജമീൻ കെ ഹിഫാസത്ത് കെ ലിയെ, ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഹം ക്യാ കർ സക്തേ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നോട്ട് ലിഖിയെ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മേ കോൻ ഹും എന്നുള്ള ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ജമീൻ കി ഹിഫാസത്ത് കെ ലിയെ ഹം ക്യാ കർ സക്തേ, ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെയാണ് മറ്റൊരു ചോദ്യം, ആപ്കെ സ്കൂൾ മേ യോമേ മുതാല ബഡി ധൂംധാം സെ മനായ ജാത്തെ ഹെ, നിങ്ങളുടെ സ്കൂളിൽ യോമേ മുതാല, വായനാ ദിനം വളരെയധികം ആവേശത്തോടു കൂടി കൊണ്ടാടുന്നു. देखिए ഹെഡ് മാസ്റ്റർ की सदारत में, ഹെഡ് മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ, ആരുടെ അധ്യക്ഷതയിലാണ്? ഹെഡ് മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ സ്വദരെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രോഗ്രാം ഇഫ്തിതാ കरेंगे, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. ഇഷാറോ കി മദദ് സെ പ്രോഗ്രാം കെ ലിയെ പോസ്റ്റർ തയ്യാർ കീജിയെ, പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. കൃത്യമായിട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ പഠിക്കുക, ഈ ഇഷാരകളൊക്കെ ഒന്ന് പഠിക്കുക. ഉൻവാന്, താരീഖ്, വക്ത്, മക്കാം, ഇഫ്തിതാഹ്, മെഹ്മാൻ യസൂസി, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ മക്കൾ സെറ്റ് ആവുക. ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കിസാനോ കാ ഗീത്, കർഷകരുടെ പാട്ട്, കിസാനോ കാ ഗീത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കവിതയുടെ വരിയാണ്, മെഹനത്ത് ഹേ ജിസ്കാ ഭറൂസ, മെഹനത്ത് കാ ഫൽ പായേങ്ക, അപ്നാ ഹി കസ്ബൽ കാ സമുന്ദർ വക്ത് കാ ബഖ്താദാരാ ഹെ. ഈ വരിയുടെ ആശയം കവി പറയുന്നത്, ഈ ഷീർ മേ ഷാഹിർ, ഈ ഒരു വരിയിൽ കവി കിസാൻ കി മെഹനത്ത്, കർഷകരുടെ അധ്വാനത്തിന്റെ അഹ്മിയത്ത്, പ്രാധാന്യത്തെക്കുറിച്ചാണ്, അഹ്മിയത്ത് കെ ബാരമേ, പ്രാധാന്യത്തെക്കുറിച്ചാണ് ബയാൻ കർത്താ ഹെ, വിവരിക്കുന്നത്. ഷീർ കാ മത്ലബ് ലിഖിയെ, വരിയുടെ ആശയം എഴുതാണ്. ഈ ഒരു വരി എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഈ വരിയുടെ ആശയം എഴുതി ഇപ്പോൾ തന്നെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഓക്കെ അല്ലേടാ? സെറ്റാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമൃത് ബാദൽ ബൻ കെ ഉഡേഹേം, അതുപോലെ പർബത് സേ ടക്കരായെങ്കി,
खेतों की हरियाली बनकर चुप अपनी दिखलाएंगी. ഇതിലെ കിസാനോ കി ഗീത് എന്നതിലെ മറ്റൊരു രണ്ട് വരിയാണ് അമൃത് ബാദൽ ബൻ കെ ഉഡേ ഹേ പർബത് സേ ഹം ടകരായെങ്കി खेतों की हरियाली बनकर ചുപ് അപ്നി ദിഖലായെങ്കി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വരിയാണ്. ഈ രണ്ട് വരികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മഫ്ഹൂം ഏതാന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. മിക്കവാറും ഈ രണ്ട് വരികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സാമിന് ചോദിക്കുക. രണ്ട് വരിയെക്കുറിച്ചും മത്തലബ് എഴുതി പഠിക്കാൻ മക്കൾ സെറ്റാകുക. ഓക്കെ, കുച്ച്കർ ദിഖായെ മൂന്നാമത്തെ മറ്റൊരു ചാപ്റ്ററാണ്. കുച്ച്കർ ദിഖായും ഒരു സംഭാഷണമാണല്ലേ. देखिए ഫർഹാൻ മച്ച്ലി കി കാശ്തകാരി മേ തയ്യാരി മേ ഹേ. ഫർഹാൻ എന്താണ്? മച്ചിലിയുടെ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓ മാലി ഇംദാദ് കേലി, അവൻ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് സ്വദറെ പഞ്ചായത്ത് കെ പാസ് ഗയ, സ്വദറെ പഞ്ചായത്തിന്റെ അടുത്തേക്ക് പോയി. ഓക്കെ, ദോനോ കെ ദർമിയാൻ രണ്ടുപേരുടെയും ഇടയിൽ ഹോനെ വാലി ഗുഫ്തഗു തയ്യാർ കീജിയെ, രണ്ടുപേർക്കും ഇടയിൽ നടന്നിട്ടുള്ള സംഭാഷണം തയ്യാറാക്കാൻ ഒരു ഗുഫ്തഗു തയ്യാറാക്കാനുള്ള ചോദ്യം ഇടുന്നു വരും. ഫർഹാനും അതുപോലെ സദറെ പഞ്ചായത്തും തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ജോസഫ് ഏക്ക് മച്ചിലി കി കാസ്തുകാർ ഹെ. ജോസഫ് ആരാണ്? ഒരു മച്ചിലിയുടെ കർഷകനാണ് അല്ലെ, മച്ചിലിക്ക് മത്സ്യ കൃഷിക്കാരനാണ്. ജയ്സെ കിസി ഏക്ക് കാസ്തക്കാർക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും കിസി ഏക്ക് കാസ്തക്കാർ, ഏതെങ്കിലും ഒരു കർഷകരുമായിട്ടുള്ള കിസി ഏക്ക് കാസ്തക്കാർ സെ മിൽനേക്കാ മൗക്യ മിലാത്തോ, നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള കാണാനുള്ള അവസരം ലഭിച്ചാൽ ആ പുൻസെ നിങ്ങൾ അവരോട് ക്യാ സവാലാത്ത് കരെങ്കി, നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും? തീൻ സവാലാത്ത് തയ്യാർ കീജിയെ, ഏതെങ്കിലും കർഷകരെ കണ്ടാൽ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കാൻ. അപ്പോൾ സവാലാത്ത് നാമ നിങ്ങൾ തയ്യാറാക്കാൻ പഠിക്കുക. ഓക്കെ, അടുത്തത് ഹസീൻ വാദിയ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മോട് ചോദിക്കുന്ന 3 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. देखिए आपने जंगल देखा है ना, നിങ്ങൾ വനങ്ങൾ കണ്ടിട്ടുണ്ടോ? പേട് പൗധോം സെ ഭരേ ഹുയ ജംഗൽ, എന്താണ്? മരങ്ങളാൽ നിറഞ്ഞ ചെടികളാൽ നിറഞ്ഞ വനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആസ്മാൻ സെ ബാത്തി കർനെ പഹാഡ്, ആകാശത്തിനോട് ആസ്മാൻ സെ ആകാശത്തിനോട് ബാത്തി കർനെ പഹാഡ്, ആകാശത്തിനോട് സംസാരിക്കുന്ന പർവ്വതങ്ങൾ. देखिए അതുപോലെ ജംഗൽ കി ഖൂബ്സൂരത്തി കെ ബാരെ മേ, എന്താണ്? വനങ്ങളുടെ ഭംഗിയെ കുറിച്ച് നോട്ട് തയ്യാർ കീജിയെ. ജംഗൽ കി ഖൂബ്സൂരത്തി കെ ബാരെ മേ നോട്ട് ലിഖിയെ, വനങ്ങളുടെ ഭംഗിയെ കുറിച്ച് നോട്ട് ലിഖിയെ, നോട്ട് എഴുതിയാലും. അടുത്ത ചോദ്യമാണ് ഫിത്രത്ത് ഹമാരി ജാൻ ഹെ, പ്രകൃതി നമ്മുടെ ജീവനാകുന്നു. യൗമേ മാഹോലിയത്ത് കെ ദിൻ, പ്രകൃതി സംരക്ഷണത്തെ ദിവസത്തിൽ ഫിത്രത്ത് കി ഹിഫാസത്ത് പർ, പ്രകൃതിയുടെ സംരക്ഷണത്തിനെ കുറിച്ച് ജുലൂസ് നിക്കൽനെ വാലാ ഹെ, ഒരു റാലി നടക്കുന്നു, ജുലൂസ് നടക്കുന്നു. ജുലൂസ് കെ ലിയെ, ജുലൂസിന് വേണ്ടിയിട്ട് നാരാ തയ്യാർ കീജിയെ, മുദ്രാവാക്യം തയ്യാറാക്കാൻ. നാരാ തയ്യാർ കീജിയെ, മുദ്രാവാക്യം തയ്യാറാക്കാൻ. ഒന്ന് നോട്ട് ചെയ്യാട്ടോ. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. അടുത്തത് കഹാനി ഹസീൻ വാദിയ, കഥ ഹസീൻ വാദിയ എന്നതിലെ കിർദാർ കോൻ കോൻ ഹെ, ആരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ? ആരൊക്കെയാണ്? കോര और നീലി. ഉന്മേ ആപ്കെ പസന്ദീദ കിർദാർ കോൻ ഹെ, നോട്ട് ലിഖിയെ. ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനുള്ള ചോദ്യം വരാം. ഭൂക്ക് മിഠായം എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഡയലോഗ്സുകൾ നൽകിയിട്ട് ആരാണ് ആ ഡയലോഗ്സ് പറഞ്ഞതെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഡയലോഗ്സുകൾ നമുക്ക് നൽകും, അത് ആരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വ്യക്തിയെ നൽകിയിട്ട് നമുക്ക് ഡയലോഗ്സുകൾ എഴുതാനും വരും. അവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കഹാനി ഭൂക്ക് മിഠായമേ ആപ്കാ പസന്ദീദ കിർദാർ കോൻ ഹെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഖുസൂസിയാത്ത് പഹ്ചാൻ കർ നോട്ട് ലിഖിയെ, അവരുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞിട്ട് നോട്ട് ലിഖിയെ, നോട്ട് തയ്യാർ കീജിയെ. അപ്പോൾ കഥാപാത്ര നിരൂപണം ഭൂക്ക് മിഠായം എന്നുള്ള ചാപ്റ്ററിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ പഠിക്കാട്ടോ. ആരൊക്കെയാണ് അവിടുത്തെ കഥാപാത്രങ്ങൾ? ആരൊക്കെയാണ്? രാജ, സിപ്പായി, ഔറത്ത്. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പഠിക്കുക. ഓക്കെ, മുഹബ്ബത്ത് കാ നഹ്മ, ഓക്കെ, സ്നേഹത്തിന്റെ സംഗീതം. മുഹബ്ബത്ത് കാ നഹ്മ കാ ഷാഹിർ കോൻ ഹെ, ഈ കവി ആരാണ്? ശബ്നം കമാലിയുടെ മനോഹരമായിട്ടുള്ള കവിതയാണ് മുഹബ്ബത്ത് കാ നഹ്മ എന്നത്. ഓക്കെ, അന്ധേരാ മിഠാവുംഗാ മേ ഇസ് ജഹാം സെ, ഇരുട്ടിനെ ഇല്ലാതാക്കും ഇസ് ജഹാം സെ, ഞാൻ ഈ ലോകത്തിൽ നിന്ന്. ചിറാഹെ മുഹബ്ബത്ത് കാ, ചിറാഹെ മുഹബ്ബത്ത്, സ്നേഹത്തിന്റെ വിളക്ക്, ജലാക്കർ രഹുങ്ക, ഞാൻ കത്തിച്ചു കൊണ്ടേയിരിക്കും. ഷേർ കാ മത്ലബ് അപ്നെ അൽഫാസ് മേ ലിഖിയെ, ഈ ഒരു വരിയുടെ ആശയം നിങ്ങളുടേതായ രീതിയിൽ എഴുതി പഠിക്കുക, മത്ലബ് എഴുതി പഠിക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചിട്ട് നാളെ എക്സാമിലോട്ട് നിങ്ങൾ ഒരുങ്ങി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.